ഇന്ന് വിരിഞ്ഞ ബ്രഹ്മക്കമ്മൽ പൂവാണ് വിരിയുന്നത്. ഇന്നത്തെ കൂടെ ആകുമ്പോഴേ വലുതാവുള്ളൂ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷട്ടിയും ഉത്തരനക്ഷത്രവും ചൊവ്വാഴ്ചയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷട്ടി ഉത്തരനക്ഷത്രം അങ്ങനെ ഉത്തരം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഉത്തരനക്ഷത്രമായിട്ടും ബന്ധമുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ നക്ഷത്രമാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇത്രയും പൂവാണെന്ന് വിരിഞ്ഞത്. മുമ്പേ 22 പൂവ് ഉണ്ടായിരുന്നു. ഇന്ന് 10-11 പൂവോളം വരുന്നത്. ഇതാണ് ഏറ്റവും വലിയ പൂ. ഇതിൽ നോക്കിയാൽ നല്ലപോലെ ആനന്ദശയനം കാണാം. വലിയ പൂവാണിത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ പൂ വിരിഞ്ഞപ്പോഴേ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോഴും ഞാൻ പിന്നെ സുഖമില്ലെങ്കിലും വന്ന് പൂ കണ്ട് നോക്കുകയാണ്. അതായത് ഇവിടെയെല്ലാം നിന്ന് നല്ല മണമാണ്. നല്ല ഇത്തിരി 12 മണിയാകുമ്പോൾ ഇത് ഫുള്ള് വിരിയും. ഇതിൽ 2 എണ്ണം, ഈ 2 പൂ, ഒന്ന് ഇത് പറഞ്ഞപ്പോൾ ഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോൾ മഴയും പെയ്യുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷട്ടിയും ഉത്തരനക്ഷത്രവും ചൊവ്വാഴ്ചയായിട്ട് ഈ നല്ല ദിവസങ്ങളിൽ ഈ പൂ വിരിയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും വിരിയില്ല. ഇത് നോക്കിയിട്ട് അങ്ങനെ വിരിയുള്ളൂ. നല്ല ദിവസങ്ങളിൽ ഇവിടെ ഇവിടെ ഒരു കുട്ടി 10 ഇവിടെ ഇത്രയും വലിയ പൂ. ഇതും വലിയ പൂവാണ്. ഇവിടെ വലിയ പൂ. പിന്നെ ഇവിടെ എന്താ ഒരു പൂ ഇങ്ങനെ അങ്ങനെ കിടക്കുകയായിരുന്നു. ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. ഞാൻ ഇന്നലെ വിരിഞ്ഞ പൂ എടുത്ത് ഞാൻ ആക്കിയിട്ട് വെള്ളത്തിൽ വെച്ചതാണ്. ഇന്നലെ ഒരു പൂവേ വിരിഞ്ഞാണ്ടായിരുന്നു. ഇന്നലെ ഒരു പൂ വിരിഞ്ഞതാണ്. വെള്ളത്തിൽ വെച്ച് എപ്പോഴും ഇന്നലെ വിരിയാൻ മുട്ട ഉണ്ട്. ഇവിടെ ഇതിൻ്റെ മുട്ടകളുണ്ട്. എനിക്ക് കുഞ്ഞ് നോക്കാനായിട്ട് വയ്യ. ഇതിൻ്റെ അകത്ത് മുട്ട ഉണ്ട്. വയ്യാത്തതുകൊണ്ട് കൂടുതൽ ബ്രഹ്മകമലം രാത്രി 12 മണിയാകുമ്പോൾ ഫുള്ള് വിരിയില്ല. മഴയും ചാറുന്നുണ്ട്. ഫുള്ള് വിരിയും. മുകളിലൊരു പൂവുണ്ട്. പിന്നെ ഇത്രയും പൂ താഴെ വരുന്നതാണ്. കഴിഞ്ഞ മാസം 22 പൂവോളം ഉണ്ടായിരുന്നു. വീഡിയോയിലായിട്ട് തരുന്നു. ഞാൻ ഇല്ലായിരുന്നു. എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും സുഖമില്ല. എങ്കിലും ഞാൻ ഈ പൂവിൻ്റെ ഇതിൽ പിടിച്ച് വന്നതാണ്. ബ്രഹ്മകമലം പൂ ഇത്രയും ഫുള്ള് വിരിയുമ്പോൾ അനന്തശയനം കാണാം. ഇത് നല്ല ദിവസവും വിരിയുള്ളൂ. ഇതൊരു അത്ഭുതപ്പൂവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം നല്ല ശിവരാത്രിക്ക് അഷ്ടമരോഹിണിക്കൊക്കെയാണ് വിരിയുന്നത്. ഇന്നത്തെ ദിവസം ഷട്ടിയും സുബ്രഹ്മണ്യൻ്റെ ഷട്ടി ദിവസവും ഉത്തരനക്ഷത്രവും ചൊവ്വാഴ്ചയാണ്. അന്നാണ് ഇത്രയും പൂ വിരിഞ്ഞത്. ഇന്നലെ ആണെങ്കിൽ ഒരു പൂവേ വിരിഞ്ഞാൽ ഇന്നലെ ഒരു പൂ വിരിഞ്ഞ് ഇന്നലെ വിരിഞ്ഞതാണ് ഒരു പൂ. ഇത് ഇന്ന് വിരിഞ്ഞായിരുന്ന പൂവാണ്. എല്ലാം ഇനി വിടരാൻ പോണതേ ഉള്ളൂ. ഇനി കുറേ 2 മണിക്കൂറും കൂടെ കഴിയുമ്പോഴേ ഇത് നല്ലപോലെ വിരിയുള്ളൂ. അതുവരെ നമ്മൾ 12 മണി വരെ നോക്കിയൊക്കെ ഇരിക്കും. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ എടുത്തതാണ്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കാണാം. പാതി വിരിഞ്ഞ് വരുന്ന കണക്ക്. ദൈവാനുഗ്രഹമുള്ള പൂവാണിത്. നമ്മുടെ ഒരുപാട് എൻ്റെ ഇതിൽ വിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം കൊണ്ട് വിരിയാണിത്. നല്ല നല്ല ദിവസങ്ങളിൽ ഞാൻ കൊടുത്തിട്ട് ഒരുപാട് പേരൊക്കെ കൊടുത്തിട്ടും നിറയെ വിരിഞ്ഞിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പവും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോളെന്ന് പറയായിരുന്നു, നോക്ക് അമ്മ ഒരു ചെടിയിൽ എത്ര എണ്ണം വെച്ചിരിക്കുന്നത്. അത് ശംഖുപുഷ്പം താനേ വിരിഞ്ഞതാണ്. എന്നും ഇതിൽ പൂ വിരിയും. അതുകൊണ്ട് എനിക്ക് പുഴുത് കളയാൻ തോന്നിയില്ല. ഈ കുട്ടത്തി ഉണ്ട്, ശംഖുപുഷ്പമുണ്ട്, ഒരു
ഇതിൻ്റെ ഉണ്ട് ഇതിൽ തന്നെ, അതിൽ തന്നെ ഇത്രയും പൂവിരിഞ്ഞു. 4 പൂവിരിഞ്ഞു. ഇനി എന്താ ഇവിടെ ഒരു പൂവുണ്ട്, ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. അയ്യോ എനിക്ക് കുഞ്ഞാൻ വയ്യ, കുഞ്ഞാ തല ഇത് ഇവിടെ ഒരു പൂവുണ്ട്, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇതാക്കണ്ട, ഇവിടെ ഒരു പൂവുണ്ട്. രാത്രി പറിച്ച് സാമിക്ക് 12 മണിക്ക് സാമിക്ക് വെച്ചാൽ നല്ലതാണ്. 12 മണിക്ക് പറിച്ചിട്ട് ഭഗവാന് വെക്കാനായിട്ട്. അതിൻ്റെ അതാണ് ഇതിൻ്റെതായ ഇതാണ് ഏറ്റവും വലിയ ഇതാണ് ഏറ്റവും വലിയ പൂവായിട്ടാണ് എല്ലാത്തിനും ഭയങ്കര ഇത്രയും വിരിഞ്ഞത്. ഇത്രയും വിരിഞ്ഞ് ഇതത്ര വിരിഞ്ഞില്ല. ഇത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അങ്ങോട്ടൊക്കെ മുട്ടുകളുണ്ട്. നാളെ വിരിയുന്നതും ഉണ്ട്, മുട്ടുകളുണ്ട്. നാളെ വിരിയുന്നതും മുട്ടുകളുണ്ട്. പിന്നെ ഇത്രയും പൂവുണ്ട്. ഇതാണ് എനിക്ക് ദൈവം അനുഗ്രഹം പോലെ തോന്നുന്നത്. ഇതെല്ലാം ഇത്രയും പൂവെല്ലാം